കാലിക്കറ്റ് സർവകലാശാലയിൽ സെനറ്റ് അംഗങ്ങളെ തടഞ്ഞ നടപടിയിൽ നിയമോപദേശം തേടി ഗവർണർ. SFI പ്രവർത്തകരുടെ നടപടി സെനറ്റ് അംഗങ്ങൾ ഗവർണറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. SFI തടഞ്ഞതുമൂലം 8 അംഗങ്ങൾക്ക് സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കാനും സാധിച്ചിരുന്നില്ല. സോണൽ കൃഷ്ണയാണ് ഈ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നത്. നമ്മൾ കണ്ടതാണ് SFIയുടെ അക്രമ രാഷ്ട്രീയം തന്നെയാണ് ഇന്നും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. നമുക്കറിയാം, പ്രധാനമായി ഇത്തരത്തിൽ പത്മശ്രീ നൽകി രാജ്യം ആദരിച്ച ആ വ്യക്തിയെ പോലും ഇത്തരത്തിൽ പൊരിവെയിലത്ത് പുറത്ത് തടഞ്ഞു നിർത്തുന്ന ഒരവസ്ഥ, പ്രായം പോലും പരിഗണിക്കാതെ ഇത്തരത്തിലുള്ള ക്രൂരത SFIയുടെ ഭാഗത്ത് നിന്ന് മാത്രമേ ഉണ്ടാകൂ എന്നുള്ളത് ആവർത്തിച്ച് കാണുന്ന ഒരു സ്ഥിതിയാണ് ഇന്ന് നമുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. പ്രധാനമായും ഈ യൂണിവേഴ്സിറ്റി നടന്നിരിക്കുന്ന ഈ സെനറ്റ് യോഗത്തിലേക്ക് ആളുകളെ കയറ്റിവിട്ടത് SFI സംസ്ഥാന നേതാക്കളാണ് എന്നുള്ളതാണ് ആക്ഷേപം. നമുക്കറിയാം, പലതവണ നിങ്ങൾ ആരാണ്, ഏത് സംഘടനയുടെ ആളാണ്, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നൊക്കെ ചോദിച്ച് വിലയിരുത്തിയതിന് ശേഷം മാത്രമാണ് ആ പോലീസിനെയും ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സെക്യൂരിറ്റി സ്റ്റാഫിനെ പോലും നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഇത്തരത്തിൽ SFI അവിടെ ഭരണം കൈയാളുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടത്. പ്രധാനമായി പറയേണ്ടത്, അവിടെ പൂർണ്ണമായി പോലീസും മറ്റ് സംവിധാനങ്ങളും നോക്കുകുത്തിയാകുന്ന സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് പുറത്ത് നിൽക്കപ്പെട്ട സെനറ്റ് അംഗങ്ങൾ ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ് പിന്നീട് അവർ കൃത്യമായി ചാൻസലർക്കും വൈസ് ചാൻസലർക്കും പരാതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നാൽ വൈസ് ചാൻസലർ പറഞ്ഞിരിക്കുന്നത് അടുത്ത സെനറ്റ് യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിക്കാം എന്നുള്ളത് മാത്രമാണ്. കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം വൈസ് ചാൻസലറുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്നാൽ ഗവർണർ കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുന്നതിനുമായി ബന്ധപ്പെട്ട പരിപാടികൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് പ്രധാനമായി പറയേണ്ടത്. എന്നിരുന്നാൽ പോലും SFIയുടെ ഇത്തരത്തിലുള്ള തിട്ടൂരങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നത് ഇത്തരത്തിൽ പോലീസാണ് എന്നുള്ളതാണ് പ്രധാനമായി പറയേണ്ടത്. ഈ ഒരു സെനറ്റ് യോഗം, സ്പെഷ്യൽ സെനറ്റ് യോഗം പ്ലാൻ ചെയ്തത് തന്നെ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഗവർണർക്ക് എതിരെ നടത്തിയ SFI സമരങ്ങളെല്ലാം തന്നെ പാളിപ്പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഇതിന്റെ ജാള്യത മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ SFIയും CPM-ഉം ഇത്തരത്തിൽ VC ഉൾപ്പെടെയുള്ളവർ കൂടിയാലോചിച്ച് ഇത്തരത്തിലൊരു സ്പെഷ്യൽ സെനറ്റ് യോഗം വിളിച്ചു ചേർക്കുന്നത്. അതിൽ ഇത്തരത്തിൽ 8 അംഗങ്ങളെ പുറത്തു നിർത്തിക്കൊണ്ട് ബാക്കി അംഗങ്ങളെ വെച്ച് വെറും 30 മിനിറ്റ് മാത്രം ദൈർഘ്യം നീണ്ടു നിൽക്കുന്ന ഒരു സെനറ്റ് യോഗം വിളിച്ചു ചേർക്കുന്ന ഒരു സ്ഥിതി. എന്നാൽ ഇതിൽ ഉന്നയിച്ച 3 അജണ്ടകളും ചർച്ച ചെയ്യുന്നതിന് മുമ്പ് തന്നെ യോഗം അവസാനിച്ചെന്ന് VC പറയുന്നു. VC ഇറങ്ങിപ്പോകുന്നു. ഇതിന്മേലെല്ലാം തന്നെ സെനറ്റ് അംഗങ്ങൾ വലിയ പ്രതിഷേധം പ്രകടിപ്പിച്ച ഒരു സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. അതായത്, ഇത്തരം നാടകങ്ങൾക്ക് പിന്നിൽ CPM-ന്റെയും കേരള സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെ എല്ലാം തന്നെ ഒരു കൈകൾ ഉണ്ട് എന്നുള്ളൊരു ആരോപണം കൂടി ഇതിനോടകം തന്നെ ഉന്നയിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതും പ്രധാനമായി പറയേണ്ടതാണ്.